ജൂൺ മാസ ക്ഷേമ പെൻഷൻ തീയതി അനൗൺസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മെയ് മാസം 3200 രൂപ വീതമാണ് പെൻഷൻ നൽകിയിരുന്നത്. മുടങ്ങിപ്പോയ ഗഡുവിൽ നിന്ന് ഒന്നും മെയ് മാസത്തെ ഗഡുവായ 1600 കൂട്ടിച്ചേർത്താണ് 3200 രൂപ നൽകിയത്. എന്നാൽ ജൂൺ മാസത്തിൽ 1600 രൂപ തന്നെയായിരിക്കും ലഭിക്കുക. 2024 മാർച്ച് മാസം മുതൽ ഇന്നേ വരെ യാതൊരു മുടക്കവുമില്ലാതെ പെൻഷൻ നൽകി വരികയാണ് സർക്കാർ. 5 ഗഡുക്കൾ മുടങ്ങിക്കിടന്നിരുന്നുവെങ്കിലും ഘട്ടം ഘട്ടമായി പെൻഷൻ നൽകി തീർത്തിട്ടുണ്ട്. ഇനി 2 ഗഡുക്കൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. അതും അടുത്ത ഇലക്ഷന് മുമ്പായി നൽകി തീർക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ജൂൺ മാസത്തെ പെൻഷനെ കുറിച്ച് ചില പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. സാധാരണ പെൻഷൻ വിതരണം നടത്താറ് എല്ലാ മാസവും അവസാന ആഴ്ചകളിലായിട്ടാണ്. എന്നാൽ ഈ മാസത്തെ പെൻഷൻ വിതരണം, അതായത് ജൂൺ മാസത്തെ പെൻഷൻ വിതരണം നേരത്തെ ആയിരിക്കും. നിലമ്പൂർ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വ്യത്യാസം. 19-ാം തീയതിയാണ് നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്നത്. ഇലക്ഷന് മുന്നോടിയായി പെൻഷൻ തുക എല്ലാ ഉപഭോക്താക്കളുടെയും അക്കൗണ്ടിൽ എത്തിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇലക്ഷൻ പ്രചരണങ്ങളിൽ സർക്കാർ പെൻഷൻ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്നുള്ള ചർച്ചയും അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്നവരെ പിച്ചക്കാരായി കണ്ടു എന്ന വാക്പോരും നടക്കുന്ന സാഹചര്യത്തിലാണ് 19-ാം തീയതിക്ക് മുൻപ് തന്നെ പെൻഷൻ നൽകി തീർക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇലക്ഷൻ ആയതുകൊണ്ട് തീർച്ചയായും 19-ന് മുൻപ് തന്നെ തുക അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതായിരിക്കും. അതും 1600 വീതമാണ് എത്തിച്ചേരുക.